എന്ത് 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 ആര് മെച്ചിന്റെ പറഞ്ഞേ അഞ്ച് ദേഷ്യം പിടിക്കേ ഇതെന്താണ് കണ്ണ് പൊടിയുന്ന സർവത്തെ ഇതാണ് മുത്തേ കുട്ടികളുടെ സർവത്താ കണ്ണ് പൊടിക്കുന്ന സർവത്താണല്ലോ മുത്തേ കേട്ടോ ഇനി മനസ്സിലായ എനിക്ക് ആ എന്നാ കുടിച്ചാടി കേട്ടോ ആ നല്ല സർവത്ത് തന്നെ വേണല്ലോ കുട്ടിക്ക് സൂപ്പർ അല്ല എന്നോട് പറഞ്ഞേ അവിടെ വെച്ചുകൊടുത്താ അല്ലത്തെ കുറുമ്പിക്കുട്ടി സർബത്ത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മുടെ കുറുമ്പിക്കുട്ടി സർബത്തിന് വാശി പിടിച്ച് സർബത്ത് കുടിക്കുകയാണ് അല്ലേ എങ്ങനെയുണ്ട് മെച്ചിന്റെ സർബത്ത് മതിയോ സർബത്ത് മതിയോ സൂപ്പർ കാലയെ കുറിച്ച് എന്ത് സംഭവം പുളിയാണേ സർബത്തിന് ഉള്ളുണ്ടായി വെള്ളം പറഞ്ഞില്ല വെള്ളം കുറച്ച് നല്ല മധുരം ഉണ്ടാവൂലേ ഇതാണ് പാഷൻ ഫ്രൂട്ടിന്റെ പ്യൂരി ഇതോ ഇത് വേണമെങ്കിൽ എന്താ എന്റെ കുട്ടിക്ക് വേണ്ടാത്തേ ഇതാണ് നൈറ്റ് ഡ്രിങ്ക് ഇപ്പച്ചിന്റെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാ അത് ഇളക്കിയിട്ടില്ലെങ്കിൽ ഇളകും നല്ല ഇളക്കിയാലേ റാത്തുള്ളൂ അതെ കുടി കുടി വേണം കുടി വേണ്ടേ നോക്കിയോ ഇപ്പൊ മതിയായിട്ടോ കുടി മതിയോ എല്ലാം തുടങ്ങുന്നില്ലേ നാമച്ചാണ്ട് പിന്നെ മതിയത് പച്ചക്ക് ചക്ക ഉണ്ടോ പച്ചക്ക് ചക്ക ഇഷ്ടല്ല നമ്മുടെ ഇഷ്ടമുണ്ടോ ഇഷ്ടാ റേഞ്ചോ അതെന്തിനാ റേഞ്ച് എന്തിനാ പച്ചിന് പോകണ്ടേ എന്തിനാണ് കേക്ക് കാണാൻ പാടില്ല കേക്ക് കാണാനായിട്ട് ഫുഡ് കഴിക്കും നല്ല കുട്ടികൾ കേക്ക് കാണാനായിട്ട് ഫുഡ് കഴിക്കാം അപ്പൊ അമ്മ നല്ല കുട്ടിയാണോ അല്ലേ ആണല്ലേ എന്നാ പച്ചിയോ അമ്മ വരുന്നേ എന്നാ വാ നല്ല കുട്ടിയാണ് വാ വാ ഞാൻ ഇങ്ങനെ കണ്ണു കൂട്ടോ അപ്പൊ എന്റെ വായനിങ്ങനെ പൂച്ചക്കുട്ടി ക്യാറ്റ് ഇത് ബിഗ് ക്യാറ്റ് ആണോ സ്മോൾ ക്യാറ്റ് ആണോ ബിഗ് ക്യാറ്റാ എന്നാ ബേബി ക്യാറ്റ് വേറെ ഇത് ബിഗ് ക്യാറ്റ് ആണ് ഇത് സുന്ദരിയായിട്ടുള്ള ബിഗ് ക്യാറ്റ് ആണ് അമ്മ വീട്ടിലത്തെ ഇവിടെ ബിഗ് ക്യാറ്റ് എവിടെയാണ് ബിഗ് ക്യാറ്റ് എവിടെയാണ് ഇപ്പൊ വരുവോ ബിഗ് ക്യാറ്റ് കൊണ്ടോ ബ്യൂട്ടിഫുൾ ക്യാറ്റാട്ടത് സുന്ദരി ക്യാറ്റാണ് ഇറക്കിയാൽ കഥ പറയണം നല്ലൊരു അടിപൊളി കഥ പറഞ്ഞോ അവിടെ ഇരിക്കും അതെ ഏത് കളി വണ്ടി കുത്തിനെ ഇത് ഫുള്ള് കഴിക്കോ ഇത് ഫുള്ള് കഴിക്കോ ഉറപ്പാ ഞാൻ കഥ പറഞ്ഞ കഥ ഏത് കഥ വേണ്ടിയത് പണ്ട് കാട്ടിലെ കഥ എന്നാ വാ എന്നാ ഫുള്ള് കഴിക്കോ നീ ഉറപ്പാ പ്രോമിസ് ആ അതാണ് ക്യാറ്റ് ക്യാറ്റ് ഇവിടെ ഇവിടെ ആട്ടോ നമ്മൾ ക്യാറ്റിനെ കാണാൻ പോയി നോക്കുക ക്യാറ്റിനെ കാണാൻ പോവാ സൂപ്പർ അല്ലേ നോക്കട്ടെ ആടി ക്യാറ്റ് പോയി എപ്പം കിട്ടി വരും അപ്പൊ ഇത് കഴിച്ചു കുഴപ്പമില്ല കാട്ടിലേക്ക് ഒരു മദർ ക്യാറ്റ് ഉണ്ട് ആ മദർ ക്യാറ്റ് ആ കാട്ടിന്റെ അടുത്തെല്ലാം വന്നിട്ട്
അതിന്റെ ബേബി കാറ്റിന്റെ കൈക്ക് ബേബി കാറ്റിന്റെ വേർക്കണം ബേബി കാറ്റിന്റെ ആ ബേബി കാറ്റ് ഇതിന്റെ കൂടെ ഇറങ്ങി വരും. അങ്ങനെ ഒരു ദിവസം അവിടെ ഇങ്ങനെ ഈ ബേബി കാറ്റും മദർ കാറ്റും ഇങ്ങനെ പോകുമ്പോ അവിടെ എന്തുണ്ടേനി ഒരു മങ്കില്ലേ ആരുടേനി മങ്കി. അങ്ങനെ ഈ മങ്കില്ലേ മങ്കി എന്ന് പറഞ്ഞാ എന്താ എന്താണ് മങ്കി എന്ന് പറഞ്ഞാല് കുരങ്ങൻ. അങ്ങനെ അടിക്കാം ഈ മങ്കിയെ ഈ മങ്കി ഈ ബേബി കാറ്റിന് എടുത്ത് ഒരൊറ്റ പോക്ക. എങ്ങിട്ടാ പോയേ മരത്തിന്റെ മോൾക്ക്. അപ്പൊ ഈ മദർ കാറ്റിന് മരത്തിന്റെ മോൾക്ക് കയറാൻ കഴിയൂലല്ലോ. അപ്പൊ എന്താ ചെയ്യാ മദർ കാറ്റിന് ഇങ്ങനെ അടിയുന്നത്. മദർ കാറ്റ് എങ്ങനെ കാട്ടി അവിടെ കാണിച്ചെന്നാ മദർ കാറ്റ് എങ്ങനെ കരഞ്ഞ കാണിച്ചെന്നാ കരണ മദർ കാറ്റ് എങ്ങനെ കരയാം. അപ്പൊ ബേബി കാറ്റ് മുകളിലല്ലേ മരത്തിന്റെ മുകളിലല്ലേ. അപ്പൊ മദർ കാറ്റിന് കയറാൻ കഴിയില്ല. അങ്ങനെ ഉണ്ട് മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടൊരു സ്നേക്ക് കറക്കുണ്ട്. അതിലെ മങ്കി പേടിച്ച്. സ്നേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പാമ്പ്. അങ്ങനെ മേലെന്ന് പാമ്പ് വന്നപ്പോ മങ്കി പേടിച്ച്. മങ്കി എന്ന് പറഞ്ഞാൽ എന്താണ് കുരങ്ങൻ. സ്നേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പാമ്പ്. പാമ്പിന് എന്താ പറയാ സ്നേക്ക്. എന്താ പറയാ ആ. അങ്ങനെ ഈ സ്നേക്ക് വന്നപ്പോ മങ്കി പേടിച്ച്. അതില് മങ്കിക്ക് പേടിച്ച് ബേബി കാറ്റിനെ ഒരൊറ്റ വിടല. ബേബി കാറ്റ് മേലെ താഴോട്ടൊരൊറ്റ വികൽ. ആ വീടാണ്ട് ഒരക്കെ എത്തിയേ മദർ കാറ്റിന്റെ തലമക്ക്. മദർ കാറ്റിന്റെ തലമക്ക് വീടുന്നതോട് കൂടി മദർ കാറ്റ് ബേബി കാറ്റിനെ എടുത്ത് ഒരൊറ്റ ഓട്ട ഒടുക്ക് അടുത്തുള്ള കാട്ടിൽ ചെന്നതും പിന്നെ പറയണ കഥ പിന്നെ ബാക്കി പറയണോ. കാട്ടിൽ ചെന്നപ്പോ നേരെ എത്തിപ്പെട്ടത് ആരംഭിക്ക ടൈഗറുടെ മുമ്പ്. എങ്ങനെ ടൈഗർ എങ്ങനെ അതില് ബേബി കാറ്റും മദർ കാറ്റുമാണ് പേടിച്ച്. പിന്നെ പറയണോ ഇവരെന്താ വിചാരിച്ചത് ബേബി കാറ്റും മദർ കാറ്റും എന്താ വിചാരിച്ചത് ടൈഗർ ഇപ്പൊ ഇവരെ കടിച്ചു തിന്നാ വിചാരിച്ചത്. പക്ഷെ ടൈഗർ ആള് പാവേ. ടൈഗർ ഇങ്ങനെ വീരാണ് ഇവരടുത്തേക്ക് അതിലിങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പൊ ഈ മദർ കാറ്റിനും ബേബി കാറ്റിനും കണ്ടെന്ന് അപ്പുറത്തുണ്ടാവും ഒരു വലിയ മങ്കി ഇങ്ങനെ ഇറ്റ പിടിക്കാൻ വരുന്നുണ്ടാവും. അതിന് ടൈഗർ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഇവരടുത്ത് ഇങ്ങനെ നിൽക്കും. ബേബി കാറ്റിന്റെയും മദർ കാറ്റിന്റെയും അടുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ എന്തുണ്ടാവും ടൈഗർ ഇങ്ങനെ നിൽക്കുമ്പോ ഇവർക്ക് ധൈര്യമാവും. അങ്ങനെ ടൈഗർ പതുക്കെ ഇങ്ങനെ പതുക്കെ പോകും. അതിന്റെ ബാക്കിൽ 2 കാറ്റുകളും കുഞ്ഞിപ്പൂച്ചിയും കള്ളപ്പൂച്ചിയും പതുക്കെ ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോണ്ടാവും ബാക്കിൽ നിന്ന് സിംഹം ആരാണ് ബാക്കിൽ നിന്നിട്ടുള്ള സിംഹം ആരാണ് കാട്ടിലെ രാജാവ് അവിടെ ഇങ്ങനെ ബാക്കിൽ വന്നിക്കണം. കാട്ടിലെ രാജാവ് ആരാണ് സിംഹം. സിംഹത്തിന് എന്താ പറയാ ലയൺ ഇങ്ങനെ ബാക്കിൽ കൊടുക്കാം. അതിൽ പേടിച്ച് ആയി പേടിച്ച് കടുവയും പേടിച്ച് കാറ്റുകളും പേടിച്ച് മങ്കികളും പേടിച്ച് എല്ലാവരും പേടിച്ച്. പക്ഷെ ലയണൊരു മതിക്കാൻ അതിൽ ലയണ അപ്പുറത്തുനിന്ന് വേറെ ചെറിയൊരു മാൻകുഞ്ഞിനെ കാണുമ്പോ ലയണ അങ്ങോട്ട് ഓടിച്ച് അത് പോകും. അപ്പൊ ഒരു കഴിച്ചിലായി. അങ്ങനെ കടുവ കാറ്റിനെയും കൂട്ടിയാണ്ട് ഇങ്ങനെ കാട്ടിനുള്ളിൽ ഇങ്ങനെ പോകുമ്പോ പിന്നെ കേട്ടാവും ആനങ്ങനെ ആനങ്ങനെ തുപ്പിക്കഴിട്ടിട്ട് ഇങ്ങനെ അതിൽ കാറ്റ് പിന്നെ പേടിക്കും. കാറ്റ് പേടിച്ചില്ല. അതിൽ ടൈഗർ എന്ത് ചെയ്യും സിംഹത്തിനെ വിളിക്കുമ്പോ സിംഹം ഇങ്ങനെ വരും. അപ്പൊ ആനക്ക് കാട്ടിലെ രാജാവിനെ കണ്ട് ആനക്ക് പേടിയാവും. ആന പതുക്കെ ഇങ്ങനെ കാട്ടിനുള്ളിൽ ഇവിടെ ആക്കിയോ ഞാൻ നിർത്താം കാട്ടിനുള്ളിൽ ഞാൻ നീങ്ങാനാ. അപ്പൊ എന്തായി പൂച്ച വീണ്ടും കഴിച്ചായി. അങ്ങനെ
ഈ രണ്ട് ബേബി ക്യാറ്റിനും മദർ ക്യാറ്റിനും ടൈഗറൊന്നും സംരക്ഷണത്തിലുണ്ടാവും. അങ്ങനെ ബേബി ക്യാറ്റും ഇങ്ങോട്ട് നോക്കി, ബേബി ക്യാറ്റും ടൈഗർ ക്യാറ്റും കാട്ടിലെ ആരാവും? കാട്ടിലെ കൈക്കട്ട് കാട്ടിലൊരു സംഭവമായിട്ട് അവര് നല്ല സന്തോഷത്തോടു കൂടി അവര് ജീവിക്കും. എങ്ങനെയുണ്ട് കഥ? അടിപൊളിയല്ലേ? ഇഷ്ടയോ? അടുത്ത കഥ വേണമെങ്കിൽ ഞാൻ ഇറക്കാം. ഒരു സാധനം കാണിച്ചു ഒരു സാധനം ഇപ്പൊ ചെയ്യുന്ന സാധനം നടന്നപ്പോ കേട്ടോ, അതാണ് ആ സാധനം. പോയില്ലേ? ഞാൻ അങ്ങനെ ഇങ്ങനെ നടക്കണം. അങ്ങനൊരു സാധനം ഇങ്ങനെ വരാണ്ട് ഈ കഥ പറഞ്ഞിട്ടേ ഒരു ദിവസരിയെ ഒരു ആമരിയെ വരിക അഫില്ലേ ഒരു മയില് മോയലല്ല സ്പീഡിൽ നടക്കല്, ആമല വെല്ല നടക്കല്. ഇവിടെ മയിലാണ് പക്കെടുക്കണേ. അല്ല മോയ നിങ്ങൾ സ്പീഡ് നടന്നേ, നിങ്ങൾ മോയ അല്ല ആമേനെ സ്പീഡ് നടന്നേ. ഞങ്ങളെ കഥാപാത്രത്തിക്ക് മൊയിലാണ് പക്കെടുക്കണേ. അത് ശരി, അങ്ങനെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ ആയിട്ടില്ലേ? അങ്ങനെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു. കഴിഞ്ഞോ? ഫുള്ള് കഴിച്ചോ? നിങ്ങൾ കുറച്ച് തൊള കിട്ടണോ? ഞാൻ തീരാൻ വേണ്ടി രണ്ട് ചിക്കൻ പീസ് ബാക്കിയുണ്ട്. നിങ്ങൾ ഞാൻ തൊള കിട്ടും. രണ്ടുള്ള ഞാൻ നീ ഏറുവോ? അങ്ങനെ ചോദിക്കരുത്. ചെറിയ അമ്പതിന്റെ ഉള്ളക്ക് രണ്ടുള്ള വായിലുണ്ട്, ബാക്കി കമ്പി കഴിച്ച് ലാസ്റ്റ് ഒക്കെ കഴിക്കാൻ കഴിയില്ല. വയറ് നടന്നിട്ട് ഛർദിക്കാൻ വരണ പോലെ. പിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ച് അല്ല അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ടി. കണ്ടോ? ഇത്രയും ദിവസം ഞാൻ കൊടുത്തു, പൈസ വാപ്പ കൊടുത്തപ്പോൾ ഉള്ളതാണിത്. അല്ല